പാലേരി മാണിക്യം എന്ന രഞ്ജിത്ത് ചിത്രത്തിൽ സ്ത്രീലമ്പടനായ അഹമ്മദ് ഹാജി എന്നൊരു ദുഷ്ട കഥാപാത്രമുണ്ട്. മമ്മൂട്ടി പകർന്നാടിയ ആ വില്ലൻ കഥാപാത്രം പോലും സാക്ഷാൽ രഞ്ജിത്തിന് മുന്നിൽ അടിയറവ് പറയും. കാരണം സിനിമയിലെ കഥാപാത്രം പീഡിപ്പിക്കുന്നത് സ്ത്രീകളെ മാത്രമാണെങ്കിൽ രഞ്ജിത്ത് പീഡിപ്പിച്ചെന്ന് പരാതി നൽകിയവരിൽ യുവതികൾ മാത്രമല്ല, അതിലൊരു യുവാവും ഉൾപ്പെടും. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ രഞ്ജിത്ത് ലിസ്റ്റിലെ ഇരകളുടെ എണ്ണം ഇനിയും കൂടാം. അതേസമയം രഞ്ജിത്തിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച കോഴിക്കോട് സ്വദേശിയായ യുവാവ് കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തി. 2012 ബംഗളൂരുവിൽ വെച്ച് രഞ്ജിത്ത് പീഡനത്തിന് ഇരയാക്കിയെന്ന് പറഞ്ഞ യുവാവ് അദ്ദേഹം തന്നെ വിവസ്ത്രനാക്കിയതിനു ശേഷം തന്റെ ചിത്രങ്ങളെടുത്ത് ഒരു നടിക്ക് അയച്ചു എന്നാണ് ഒടുവിൽ ആരോപിക്കുന്നത്. ചിത്രങ്ങൾ അയച്ചു കൊടുത്തത് നടി രേവതിക്കാണെന്ന് രഞ്ജിത്ത് തന്നോട് പറഞ്ഞതായും യുവാവ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. താൻ റൂമിലെത്തിയപ്പോൾ രഞ്ജിത്ത് ഒരു നടിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നുവെന്നും തൻ്റെ ഫോട്ടോ എടുത്തിട്ട് ആർക്കാണ് അയക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നടിക്കാണെന്നും അവർക്ക് നിന്നെ ഇഷ്ടമായി എന്ന് പറഞ്ഞെന്നും യുവാവ് പറയുന്നു. രഞ്ജിത്ത് മദ്യം കുടിപ്പിച്ച് തന്നെ പീഡനത്തിന് ഇരയാക്കിയെന്ന് കാണിച്ച് DGPക്ക് പരാതി നൽകിയിരിക്കുകയാണ് യുവാവ്. യുവാവിൻ്റെ പ്രതികരണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. സംവിധായകൻ രഞ്ജിത്ത് അദ്ദേഹത്തിൻ്റെ റൂമിൽ ചെന്ന എന്നോട് നഗ്നനായി നിൽക്കാൻ പറഞ്ഞ സമയത്ത് അദ്ദേഹം ഒരു നടിയുമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു. രഞ്ജിത്ത് എൻ്റെ ഫോട്ടോ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുത്തു. ഞാൻ ചോദിച്ചു ആർക്കാണ് അയക്കുന്നത് എന്ന്. അപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു രേവതി എന്ന നടിക്കാണ് അയച്ചത്, നിന്റെ ഫോട്ടോ കണ്ടിട്ട് അവർക്ക് ഇഷ്ടമായി എന്ന്. അന്ന് ബാവൂട്ടിയുടെ നാമത്തിൽ എന്ന സിനിമയുടെ ലൊക്കേഷൻ പാക്കപ്പ് നടക്കുന്ന സമയമാണ്. അതിൻ്റെ ഓഡിയോ ലോഞ്ചോ മറ്റോ ബന്ധപ്പെട്ടാണ് ആൾ അന്ന് അവിടെ ഉണ്ടായിരുന്നതെന്നും യുവാവ് പറയുന്നു. 2012 നടന്ന സംഭവത്തിൽ യുവാവ് പരാതി നൽകി. സിനിമയിൽ അവസരം ചോദിച്ച് ചെന്നപ്പോൾ ബംഗളൂരുവിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉയർന്ന ആരോപണങ്ങളിൽ അന്വേഷണം നടത്താൻ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലാണ് യുവാവ് പരാതി നൽകിയത്. 2012 ബാവൂട്ടിയുടെ നാമത്തിൽ എന്ന സിനിമയുടെ ചിത്രീകരണ സമയത്ത് കോഴിക്കോട്ടെ ലൊക്കേഷനിൽ വെച്ചാണ് യുവാവ് രഞ്ജിത്തിനെ ആദ്യമായി കാണുന്നത്. പ്രൊഡക്ഷൻ കൺട്രോളർ രഞ്ജിത്തിനെ കാണാമെന്ന് പറഞ്ഞ് റൂമിലേക്ക് ക്ഷണിച്ചു. പരിചയപ്പെട്ട ശേഷം ടിഷ്യൂ പേപ്പറിൽ അദ്ദേഹത്തിൻ്റെ നമ്പർ കുറിച്ച് നൽകി. അതിൽ മെസ്സേജ് അയച്ചാൽ മാത്രം മതിയെന്നായിരുന്നു നിർദ്ദേശം. 2 ദിവസത്തിന് ശേഷം ബംഗളൂരുവിലെ താജ് ഹോട്ടലിൽ രഞ്ജിത്ത് നിർദ്ദേശിച്ച പ്രകാരം എത്തി. മദ്യപിച്ച നിലയിലാണ് അദ്ദേഹത്തെ മുറിയിൽ കണ്ടത്. അല്പനേരം സംസാരിച്ച ശേഷം നഗ്നനായി കാണണമെന്ന് ആവശ്യപ്പെട്ടു. പിന്നീട് നടന്ന കാര്യങ്ങൾ വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും പരാതിയിലെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും യുവാവ് പറഞ്ഞു. ബംഗാൾ നടിയുടെ ആരോപണത്തിന് പിന്നാലെയാണ് രഞ്ജിത്തിനെതിരായിട്ടുള്ള പ്രകൃതി വിരുദ്ധ പീഡന ആരോപണം ഉയരുന്നത്. ഗുരുതര ആരോപണത്തെ തുടർന്ന് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനവും രാജിവെച്ചിരുന്നു. കൂടുതൽ പേർ വെളിപ്പെടുത്തലുകളുമായി വരുന്ന സാഹചര്യത്തിലാണ് പരാതി നൽകിയതെന്ന് യുവാവ് വ്യക്തമാക്കി. ഇമെയിൽ രൂപത്തിലാണ് യുവാവ് അന്വേഷണ സംഘത്തിന് പരാതി നൽകിയത്. സംവിധായകനായ രഞ്ജിത്തിന് പുറമെ സംവിധായകൻ VK പ്രകാശിനെതിരെയും ലൈംഗികാതിക്രമ പരാതി പുറത്തു വന്നിരുന്നു. ആദ്യ സിനിമയുടെ കഥ പറയാൻ സമീപിച്ചപ്പോൾ ആക്രമിച്ചുവെന്നാണ് യുവ കഥാകാരി പറഞ്ഞത്. എന്തായാലും അഡൾട്ട്സ് ഒൺലി സിനിമകളെ വെല്ലുന്നതാണ് സിനിമയിലെ പ്രമുഖരുടെ ജീവിതമെന്നാണ് ഓരോ ദിവസവും വ്യക്തമാകുന്നത്. സിനിമാ സംവിധായകർ, നടന്മാർ, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ്, അങ്ങനെ സിനിമാ വ്യവസായത്തിലെ പല തട്ടുകളിലെ പ്രമുഖരുടെ പേര് വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്താവുന്നത്. പൃഥ്വിരാജ് നടത്തിയ മാധ്യമ പ്രതികരണത്തിലെ വാക്കുകൾ കടമെടുത്താൽ കുറ്റാരോപിതർക്കെതിരെയുള്ള കുറ്റം തെളിയിക്കപ്പെട്ടാൽ അവർക്കെതിരെ മാതൃകാപരമായിട്ടുള്ള ശിക്ഷാ നടപടികൾ ഉണ്ടാകണം. അതുപോലെ തന്നെ പരാതിക്കാരുടെ ആരോപണങ്ങൾ വ്യാജമാണെന്ന് തെളിഞ്ഞാൽ അവർക്കെതിരെയും മാതൃകാപരമായ നടപടികൾ ഉണ്ടാകണമെന്നതാണ് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.